അൽഹംദുലില്ലാ നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുളില്ല ലഹു വമൻ യുദ്ലിൽഹു ഫലാ ഹാദിയ ലഹു വഅശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അർസലഹു ബിൽഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി വലൗ കരിഹൽ മുശ്രികൂൻ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അമ്മാ ബഅദു ഫഇന്ന അസ്ദഖൽ കിതാബി കിതാബുല്ലാഹ് വഖൈറസ് സുനനി സുനനു മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വശർറൽ ഉമൂരി മുഹദസാത്തുഹാ വകുല്ല മുഹദസത്തിൻ ബിദ്അ വകുല്ല ബിദ്അത്തിൻ ളലാലഹ. യാ അയ്യുഹല്ലദീന ആമനൂ ഉസീകും അവ്വലം ബിത്തഖ്വല്ലാഹ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനൂ അത്തീഉല്ലാഹ വഅത്തീഉർ റസൂൽ വലാ തുബ്തിലു അഅമാലക്കും. അല്ലാഹുവിൻ്റെ അടിമകളായ സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കാൻ എന്നെയും നിങ്ങളെയും ആദ്യമേ ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അപ്രകാരം ജീവിച്ചു മരിക്കാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രവാചക നിയോഗത്തിലടങ്ങിയിട്ടുള്ള 3 ആശയതലങ്ങളെ സംബന്ധിച്ചാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ സൂചിപ്പിച്ചത്. അതിങ്ങനെയാണ്: ഒന്ന്, അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ ഭാഗമാണ് പ്രവാചകനെ നിയോഗിക്കുക എന്നത്. രണ്ടാമത്തേത്, സമൂഹത്തിലെ ഭിന്നതകളിൽ മനുഷ്യർക്കിടയിൽ തീർപ്പ് കൽപ്പിക്കലാണ് ഓരോ പ്രവാചക നിയോഗത്തിൻ്റെയും പിന്നിലടങ്ങിയിട്ടുള്ള ആശയം. മൂന്നാമത്തേത്, മനുഷ്യൻ തൻ്റെ ജീവിതത്തിൽ മാതൃകയായി സ്വീകരിക്കേണ്ടുന്ന, പിന്തുടരേണ്ടുന്ന റോൾ മോഡലായി മാതൃകാ പുരുഷന്മാരായിട്ടാണ് അള്ളാഹു പ്രവാചകന്മാരെ നിയോഗിച്ചിരിക്കുന്നത് എന്നതാണ്. എന്നാൽ ഇത്തരത്തിലുള്ള വിശ്വാസത്തെയും ഈ ആശയതലത്തെയും തമസ്കരിച്ചുകൊണ്ട് എക്കാലത്തും മുസ്ലിങ്ങൾക്കിടയിൽ ഛിദ്രതയും അനൈക്യവും ഭിന്നതയുമൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നതാണ് ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നത്. ഇസ്ലാമിനെ എതിരിടുന്നതിൽ ബാഹ്യശക്തികളായിട്ടുള്ള ശത്രുക്കൾക്ക് വിജയിക്കാൻ കഴിഞ്ഞിട്ടില്ല. അവിടെയൊക്കെയും പേർഷ്യയും റോമുമൊക്കെ ഇസ്ലാമിക വ്യാപനത്തിൽ അടിവതറുകയായിരുന്നു. എന്നാൽ ഇസ്ലാമിനെ ഛിദ്രമാക്കുന്നതിനും മുസ്ലിങ്ങളെ അനൈക്യപ്പെടുത്തുന്നതിനും ശത്രുക്കൾക്ക് എക്കാലത്തും സാധിച്ചു പോന്നിട്ടുണ്ട് എന്നതിന് ചരിത്രം സാക്ഷിയാണ്. അവർ തിരിച്ചറിഞ്ഞിട്ടുള്ളൊരു മാർഗം എന്ന് പറയുന്നത് ഇസ്ലാമിനെ എതിർക്കാൻ എപ്പോഴും ഇസ്ലാമിനകത്ത് നിന്നുകൊണ്ടാകലാണ് ഏറ്റവും സുഖമെന്നുള്ളതാണ്. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഖിലാഫത്തിൻ്റെ അവസാന കാലഘട്ടത്തിൽ മുസ്ലിങ്ങൾക്കിടയിൽ ഛിദ്രത വ്യാപകമായി കണ്ടുവന്നു എന്നതാണ്. അബ്ദുല്ലാഹിബ്നു സബഅ എന്ന് പറയുന്ന ജൂതനായ മനുഷ്യൻ ഇസ്ലാമികമായ വേഷഭൂഷാദികളിലൂടെ അദ്ദേഹം ഒരുമിച്ച് കൂട്ടിയിരുന്ന ദീനീ സദസ്സുകൾ ചരിത്രത്തിൽ പ്രത്യേകം പരാമർശിക്കപ്പെടുന്നു. ഖുർആൻ ക്ലാസ്സുകളിലൂടെ അല്ലെങ്കിൽ അതേപോലെയുള്ള വിജ്ഞാന സദസ്സുകൾ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒരുക്കിയിരുന്ന സദസ്സുകളിൽ ഇസ്ലാമിൻ്റെ കൃത്യമായ വിശ്വാസവും അനുഷ്ഠാനവും ആചാരവും തിരിച്ചറിയാത്ത ആളുകൾ കൂടുതലായി പങ്കെടുക്കുകയും അദ്ദേഹം വിതറുന്ന ഛിദ്രതയുടെ വിഷബിന്ദുക്കൾ അവരത് ഏറ്റെടുക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്തതായി ചരിത്രം സാക്ഷിയാണ്. ഇസ്ലാമിനെ സംബന്ധിച്ച് കൃത്യമായി അറിവില്ലാത്ത മുസ്ലിങ്ങൾ സമൂഹത്തിൽ ഏൽപ്പിക്കുന്ന പരിക്കുകൾ അത് ചില്ലറയല്ല, നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. അവിടെയാണ് മുസ്ലിം ലോകം ഷിയാക്കളും സുന്നികളുമായി വേർപിരിയുന്നത്.
ഇസ്ലാമിന് പരിചയമില്ലാത്ത ഒരുപാട് ആചാര സമ്പ്രദായങ്ങൾ ഷിയാക്കളിലൂടെ ഇസ്ലാമിലേക്ക് കടന്നു വരികയുണ്ടായി. അക്കൂട്ടത്തിൽ പെട്ടതാണ് ജയന്തിയും സമാധിയും എല്ലാം തന്നെയും. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ആചാരങ്ങളുമായി ഒരു ബന്ധവുമില്ല എന്നത് ഇസ്ലാമിൻ്റെ ബാലപാഠമാണ്. അതിന് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന സംഗതി, ഇസ്ലാമിലെ പ്രാമാണികമായിട്ടുള്ള അനുഷ്ഠാനങ്ങൾ നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് പോയാലും ഒരേ രീതിയിലായിരിക്കും. 5 നേരത്തെ നമസ്കാരം ഇവിടെ എങ്ങനെയാണ് നമ്മൾ നിസ്കരിക്കുന്നത് അതേപോലെയാണ് അമേരിക്കയിൽ പോയാൽ, അതുതന്നെയാണ് സൗദി അറേബ്യയിൽ പോയാൽ. എന്നാൽ വികലമായിട്ട് ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുള്ള അനാചാരങ്ങൾ അത് ഓരോ കാലഘട്ടത്തിലും ഓരോ സന്ദർഭത്തിലും സ്ഥലങ്ങൾക്കുമൊക്കെയും അനുസരിച്ചുകൊണ്ട് അതിൽ വ്യത്യസ്തതകൾ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അവർ കടത്തിവിട്ട മറ്റൊരു ആശയമാണ് രാഷ്ട്രീയപരമായി അഹ്ലു ബൈത്തിനുണ്ടായിട്ടുള്ള മേൽക്കോയ്മ എന്ന് പറയുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലശേഷം ഖലീഫയായി കടന്നു വരേണ്ടിയിരുന്നത് അലി ഇബ്നു അബീ ത്വാലിബാണ് എന്നവർ തട്ടിവിടുകയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും ഉമറും ഉസ്മാൻ റളിയല്ലാഹു അൻഹുമാർ ഈ ഖിലാഫത്തിൽ അവർ നടത്തിയിട്ടുള്ള കള്ളക്കളികളാണ് എന്ന് പറഞ്ഞുകൊണ്ട് അധികാരം വെട്ടിപ്പിടിക്കലായിരുന്നു എന്ന് ആക്ഷേപിക്കുകയും ചെയ്തുകൊണ്ട് സച്ചരിതരായ 3 ഖലീഫമാരെ അവർ ആക്ഷേപിക്കുകയും ശാപവാക്കുകൾ ചൊരിയുകയും ചെയ്യുന്നു. ആ സ്വാധീനം എത്രത്തോളം ഉണ്ട് എന്ന് നമ്മൾ നോക്കിയാൽ, പഴയ കാലത്തൊക്കെ നമ്മളുടെ വീടിൻ്റെ ഉമ്മറങ്ങളിൽ നമ്മൾ തൂക്കിയിരുന്ന ചില കലണ്ടറുകളുണ്ട്, ചില ഫോട്ടോകളുണ്ട്. അതിൽ മുഹമ്മദ് നബിയുടെ പേരുണ്ടാവും, ഫാത്തിമ ബീവിയുടെ പേരുണ്ടാവും, അലി റളിയല്ലാഹുവിൻ്റെ പേരുണ്ടാവും, ഹസൻ ഹുസൈൻ പേരുണ്ടാവും. നോക്കുമ്പോൾ യാതൊരു കുഴപ്പവുമില്ല, പ്രവാചകനും പ്രവാചകന്റെ മകളും അടങ്ങിയ കുടുംബത്തിൻ്റെ ഒരു നാമമായി നമ്മളിങ്ങനെ തൂക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഷിയാക്കളുടെ സ്വാധീനം കേരള മുസ്ലിങ്ങളിൽ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ഇനിയും നമുക്ക് തിട്ടപ്പെടുത്താൻ പറ്റാത്ത അത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ്. ഇത് പറഞ്ഞു വരുന്നത് യാഥാസ്ഥികരായ ആളുകൾ തന്നെയാണ്. അവർ തുറന്ന് സമ്മതിക്കുകയാണ്. ഷിയാക്കളുടെ സ്വാധീനം നമ്മുടെ വിശ്വാസത്തിലും നമ്മുടെ ആചാരങ്ങളിലുമൊക്കെ കടന്നുകൂടിയിട്ടുള്ളത്. അതിൽപ്പെട്ട മറ്റൊന്നാണ് പ്രവാചകന്റെ സച്ചരിതരായ അനുയായികളെ, സ്വഹാബിമാരെ ആക്ഷേപിക്കുക എന്നത്. അബൂ ഹുറൈറ എന്ന് പറയുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം കൃത്യമായി ഒപ്പിയെടുക്കാൻ വേണ്ടി പ്രവാചകനോടൊപ്പം ജീവിതം ഒഴിഞ്ഞുവെച്ച മഹാനായ സ്വഹാബി വര്യൻ, അഹ്ലുൽ ബൈത്തിൽ പ്രവാചകനോടൊപ്പം പള്ളിയിൽ കഴിച്ചുകൂട്ടിയിട്ടുള്ള അസ്ഹാബ് സുഫ എന്ന് പറയുന്ന വിജ്ഞാനത്തിന് വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ച ആളുകളിൽപ്പെട്ട മനുഷ്യനാണ് അദ്ദേഹം. അദ്ദേഹത്തെ ആക്ഷേപിക്കുന്ന അദ്ദേഹം ജൂതനാണ് എന്നത്. എന്താണ് ആക്ഷേപത്തിന്റെ പിന്നിലുള്ള കാരണം? പ്രവാചകനിൽ നിന്ന് ധാരാളം ഹദീസുകൾ അദ്ദേഹം റിപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. ആ ഹദീസുകളാണ് ഇത്തരം അനാചാരങ്ങളെ പ്രതിരോധിക്കുന്നതിന് എക്കാലത്തും വിശ്വാസികൾക്ക് പ്രാമാണികമായ പിൻബലമായി അവർ എടുത്തുയർത്തുന്നത്. അപ്പോൾ അത് കൊണ്ടുവന്നിട്ടുള്ള, അത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള സ്വഹാബിയായ അബൂ ഹുറൈറയെ ജൂതനാക്കുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഏറ്റവും കൂടുതൽ ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത അദ്ദേഹമാണ് എന്നതാണ് അദ്ദേഹത്തിന് നേരെയുള്ള ആക്ഷേപത്തിൻ്റെ ഒരു കാരണമെന്ന് പറയുന്നത്. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ചരിത്രബോധം എന്ന് പറയുന്നത് ഹിജ്റ 179 ഹദീസുകൾ ക്രോഡീകരിക്കപ്പെടുന്നത്. ഹദീസുകൾ ക്രോഡീകരിക്കപ്പെടുന്നതിനൊക്കെ എത്രയോ മുമ്പ് തന്നെയും പ്രവാചകനും സ്വഹാബിമാരും ഒക്കെയും മരിച്ചുപോയിട്ടുണ്ട്. പ്രവാചകന്റെ കാലത്ത് തന്നെയും മരിച്ചുപോയിട്ടുള്ള സ്വഹാബിമാരിൽ നിന്നും ഒരൊറ്റ ഹദീസ് പോലും റിപ്പോർട്ട് ചെയ്യുന്നതായി നമ്മൾ കാണുന്നില്ല. കാരണം പ്രവാചകൻ മരിക്കുന്നതിന് മുമ്പേ അവർ മരിച്ചുപോയി. അക്കാലഘട്ടത്തിൽ ഹദീസുകൾ ക്രോഡീകരിക്കപ്പെടുന്ന സമ്പ്രദായം ഇല്ലായിരുന്നു എന്നതാണ്. അപ്പോൾ ഇങ്ങനെ ചരിത്ര സത്യങ്ങളെയും പ്രാമാണികമായിട്ടുള്ള കൃത്യമായ ഇസ്ലാമിൻ്റെ നെസ്സിനെയും ഒക്കെയും നിരാകരിച്ചുകൊണ്ട് ഒരുപാട് ആചാരങ്ങളും അതേപോലെ തന്നെ നൂതന സമ്പ്രദായങ്ങളുമൊക്കെയും ഇസ്ലാമിലേക്ക് കടത്തിക്കൂട്ടുന്നതിൽ വിശ്വാസികൾക്കിടയിൽ ചിന്തതയുണ്ടാക്കുന്നതിൽ ഇസ്ലാമിൻ്റെ ശത്രുക്കൾ വിജയിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ്. ഞാൻ ആമുഖമായി നിങ്ങളുടെ ശ്രദ്ധയിൽ കേൾപ്പിച്ച വചനം
ഖുർആനിലെ 47-ാമത്തെ അധ്യായം സൂറ മുഹമ്മദിലെ 33-ാമത്തെ വചനമാണ്. ആ ആയത്തിലൂടെ അള്ളാഹു പറയുന്നത്, യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ സത്യവിശ്വാസികളെ, അത്തിയുല്ലാഹ വ അത്തിയുർ റസൂൽ, നിങ്ങൾ അള്ളാഹുവിനെയും അവൻ്റെ പ്രവാചകനെയും അനുസരിക്കുക. വലാ തുബ്തിലു അഅമാലക്കും, നിങ്ങളുടെ കർമ്മങ്ങളെ നിങ്ങൾ നിഷ്ഫലമാക്കി കളയരുത്. പ്രവാചകനെയും അള്ളാഹുവിനെയും പ്രവാചകനെയും അനുസരിക്കുന്നതിന് പകരം അവരോടുള്ള അനുസരണക്കേട് നിങ്ങളുടെ കർമ്മങ്ങളെ നിഷ്ഫലമാക്കാൻ ഇടയാക്കുമെന്നതാണ് ആയത്ത് നൽകുന്ന സൂചന എന്ന് പറയുന്നത്. ഖുർആനിൽ 19ഓളം സ്ഥലങ്ങളിൽ ഇതേ ആശയത്തിൽ പല വേർഷനുകളിലായി ഈ ആശയം അള്ളാഹു പറഞ്ഞിട്ടുണ്ട് എന്നതാണ്. അത്രയും ഗൗരവമാണ്. അമ്പിയാക്കളിൽ മുർസലീങ്ങളിലൊക്കെ വിശ്വസിക്കുക എന്നതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടൊരു ഭാഗമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുള്ള വിശ്വാസം പോലെ പ്രവാചകനെ അനുസരിക്കുക എന്നതും. നമ്മൾ വിശ്വസിച്ചത് കൊണ്ടായില്ല, അനുസരിക്കുക കൂടി ചെയ്യുമ്പോഴാണ് വിശ്വാസം പൂർത്തിയാവുക എന്നതാണ്. ഖുർആനിലെ 4-ാമത്തെ അധ്യായത്തിലെ 65-ാമത്തെ വചനം നിങ്ങൾ കേട്ടുകൊള്ളൂ. ഫലാ വറബ്ബിക, നിന്റെ രക്ഷിതാവ് തന്നെയാണ് സത്യം, ലാ യുഅ്മിനൂൻ, അവർ വിശ്വാസികളാവുകയില്ല. അള്ളാഹുവാണ് പറയുന്നത്, അവരൊരിക്കലും വിശ്വാസികളാവുകയില്ല. റബ്ബിനെ സാക്ഷി നിർത്തി പറയാണ്. എന്തേ ചെയ്തത്? ഹത്താ യുഹക്കിമൂക്ക, താങ്കളെ അവർ വിധികർത്താവായി സ്വീകരിക്കുന്നതുവരെയും അവരൊരിക്കലും വിശ്വാസികളാവുകയില്ല. വിധികർത്താവായി പ്രവാചകനെ സ്വീകരിച്ചാൽ മാത്രം മതിയോ? പോരാ. ഫീമാ ഷജറ ബൈനഹും, അവർക്കിടയിൽ അവരുടെ മുമ്പിലുള്ള ഏതെങ്കിലും വിഷയങ്ങളിലുള്ള വ്യത്യസ്തമായ നിലപാടുകളിൽ അല്ലെങ്കിൽ ഭിന്നതകളിൽ വിധികർത്താവാക്കണം. സുമ്മലാ യജിദു ഫീ അൻഫുസിഹിം ഹറജം മിമ്മാ ഖളൈത, പിന്നീട് താങ്കൾ വിധിച്ച വിധിയിൽ അവരുടെ മനസ്സുകളിൽ ഒരു വിസമ്മതവും ഒരു വിഷമവും അവർക്ക് തോന്നാൻ പാടില്ല. അള്ളാഹു പറയുകയാണ്, താങ്കളെ വിധികർത്താവായി സ്വീകരിക്കുകയും താങ്കൾ എന്തൊരു വിധിയാണോ അവർക്കിടയിൽ പറഞ്ഞത് ആ വിധിയിൽ ഒരു വിഷമവും അവരുടെ മനസ്സിൽ തോന്നുകയും ചെയ്തത് പോരാ. വയുസല്ലിമു തസ്ലീമ, പൂർണ്ണമായും സമ്മതിച്ചവർ അനുസരിക്കേണ്ടതുണ്ട്. അതുവരെ അവർ വിശ്വാസികളല്ല എന്നതാണ്. എത്ര കൃത്യമായി എത്ര ആഴത്തിലാണ് അള്ളാഹു പറയുന്നത് നോക്കുങ്ങൾ. അപ്പോൾ വിശ്വസിക്കുക എന്നതിനോടൊപ്പം തന്നെ അനുസരിക്കുക എന്നതുകൂടി പ്രവാചകന്മാരിലുള്ള വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മൾ വിശ്വസിക്കുന്നതോടൊപ്പം പ്രവാചകന്റെ നിർദ്ദേശങ്ങളെ, നബിചര്യകളെ, പ്രവാചകന്റെ കൽപ്പനകളെ ജീവിതത്തിൽ പരമാവധി അനുസരിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ബുഖാരി ഉദ്ധരിക്കുന്നൊരു ഹദീസിൽ അല്ലാഹുവിൻ്റെ റസൂൽ പറയാണ്, അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി അബൂ ഹുറൈറ ഉദ്ധരിക്കുന്നു, കുല്ലു ഉമ്മത്തി യദ്ഖുലൂനൽ ജന്ന, എൻ്റെ സമുദായത്തിലെ എല്ലാ ആളുകളും സ്വർഗത്തിൽ പ്രവേശിക്കും. ഇല്ലാമൻ അബ, എന്നാൽ വിസമ്മതിച്ചവർ ഒഴികെ, വിസമ്മതിച്ചവരൊഴിച്ച് ബാക്കിയുള്ളവരെല്ലാവരും സ്വർഗത്തിൽ പ്രവേശിക്കും. കാലു, അവർ ചോദിച്ചു, സഹാബി വര്യന്മാർ, യാ റസൂലല്ലാഹ് മൻ യഅബ, ആരാണ് ഈ വിസമ്മതിച്ചവർ എന്ന് താങ്കൾ പറഞ്ഞത് ആരെ പറ്റിയാണ്? റസൂല് പറഞ്ഞു കൊടുക്കുകയാണ്, മൻ അത്വാഅനി ദഖലൽ ജന്ന, എന്നെ അനുസരിച്ചവരാരാണോ അവരായിരിക്കും സ്വർഗത്തിൽ പ്രവേശിക്കുക. വമൻ അസാനി ഫഖദ് അബ, എന്നാൽ എന്നോട് അനുസരണക്കേട് കാണിച്ചത് ആരാണോ അവരാണ് വിസമ്മതിച്ചവർ. അപ്പോൾ വിശ്വാസം പോലെ തന്നെ നിർബന്ധമുള്ള കാര്യമാണ് ഇസ്ലാമിൽ അനുസരിക്കുക എന്നത് പ്രാമാണികമായി നമ്മൾ കണ്ടു കഴിഞ്ഞു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാ മനുഷ്യർക്കും പ്രവാചകൻ മാതൃകയാണ് എന്ന് പറയുന്നത് ഒരത്ഭുതമാണ്. അതേപോലെ തന്നെ മറ്റാർക്കും ഇല്ലാത്തൊരു പ്രത്യേകമായ ഗുണവിശേഷം കൂടിയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ദരിദ്രനായിരുന്നു. അതേപോലെ തന്നെ പ്രവാചകൻ അനാഥനായിരുന്നു.
പ്രവാചകൻ ഒരു കച്ചവടക്കാരനായിരുന്നു. 9ഓളം ഭാര്യമാർക്ക് പ്രവാചകൻ ഭർത്താവായിരുന്നു. പ്രവാചകന് മക്കളുണ്ടായിരുന്നു, അവർക്ക് പിതാവായിരുന്നു പ്രവാചകൻ. പ്രവാചകന് പേരമക്കളുണ്ടായിരുന്നു, അവർക്ക് നല്ലൊരു പിതാമഹനായിരുന്നു പ്രവാചകൻ. ജീവിതത്തിനൊടുവിൽ പ്രവാചകൻ സമ്പന്നനാകുന്നുണ്ട്. അതേപോലെ തന്നെ അനുയായികൾക്ക് പ്രവാചകൻ നേതാവായിരുന്നു. പ്രവാചകൻ ഒന്നാന്തരം ഭരണകർത്താവായിരുന്നു. യുദ്ധങ്ങളിൽ യോദ്ധാവും സൈന്യാധിപനുമായിരുന്നു പ്രവാചകൻ. ഇങ്ങനെ ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലും പ്രവാചകൻ മനുഷ്യർക്ക് കൃത്യമായ മാതൃകാപുരുഷനായി ജീവിക്കുകയായിരുന്നു. ആ രംഗങ്ങളിലൊക്കെയും പ്രവാചകന്റെ മാതൃകകൾ എന്തായിരുന്നു എന്നത് സുതരാം വ്യക്തമാകുന്ന വിധം ഏവർക്കും മനസ്സിലാകുന്ന രീതിയിൽ ഇവിടെ പ്രസിദ്ധീകരിക്കപ്പെടുന്നു, നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നു എന്നുള്ളതാണ്. അതൊരു അത്ഭുതമാണ്, അപൂർവമാണ്. ആ പ്രവാചകനെ നിങ്ങൾ വിശ്വസിക്കുകയും അനുസരിക്കുകയും ചെയ്യുക എന്നത് പ്രവാചകനോടുള്ള നിങ്ങളുടെ ബാധ്യതയായി, നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പൂർത്തീകരണമായി ഇസ്ലാം പഠിപ്പിക്കുകയാണ്. ഖുർആനിലെ 5-ാമത്തെ അധ്യായം സൂറ മാഇദയിലെ 55-ാമത്തെ വചനം, ഇന്നമാ വലിയുക്കുമുല്ലാഹു വറസൂലു, തീർച്ചയായും നിങ്ങളുടെ സഹായികൾ എന്ന് പറയുന്നത് അള്ളാഹുവും അവൻ്റെ പ്രവാചകനുമാണ്. നിങ്ങളുടെ വലിയ എന്ന് പറയുന്നത്, വലിയ എന്നതിന് വ്യത്യസ്തങ്ങളായ അർത്ഥങ്ങളുണ്ട്. രക്ഷാധികാരി എന്നർത്ഥമുണ്ട്, സഹായി എന്നർത്ഥമുണ്ട്. അങ്ങനെയൊക്കെയുള്ള ആ സഹായികൾ അള്ളാഹുവും അവൻ്റെ പ്രവാചകനുമാണ് എന്ന് പറയും. ആ ആയത്തിനൊടുവിൽ പറയുന്നുണ്ട്, വല്ലദീന ആമനുല്ലദീന യുഖീമൂന സ്വലാ, അതേപോലെ നമസ്കാരം കൃത്യമായി നിർവഹിക്കുന്നവരും വയുത്തൂന സക്കാത്ത, സക്കാത്ത് നൽകുകയും ചെയ്യുന്നവർ, ആ ആളുകളുമാണ് നിങ്ങളുടെ ആത്മമിത്രങ്ങൾ, സഹായികൾ എന്ന് പറയുന്നത്. നിങ്ങൾ ആരോടാണ് നിങ്ങളെ ആത്മമിത്രങ്ങളായി സ്വീകരിക്കേണ്ടതെന്ന് പറയുന്നിടത്താണ് അത് പറയുന്നത്. മുൻകഴിഞ്ഞ വേദക്കാരായ ആളുകളെ നിങ്ങൾ നിങ്ങളുടെ ആത്മമിത്രങ്ങളായി, ഉള്ളുവള്ളികൾ അറിയുന്നവരായി സ്വീകരിക്കരുത് എന്നതാണ്. അവിടെ നിങ്ങൾ പ്രിയോറിറ്റി കൊടുക്കേണ്ടത് അള്ളാഹുവിനും അവൻ്റെ പ്രവാചകനും വിശ്വാസികളായ ആളുകൾക്കുമായിരിക്കണം എന്നതാണ്. ഖുർആനിലെ 2-ാമത്തെ അധ്യായം സൂറ ബഖറയിലെ 257-ാമത്തെ വചനം, അല്ലാഹു വലിയുല്ലദീന ആമനു, അള്ളാഹു വിശ്വാസികളുടെ വലിയാകുന്നു, രക്ഷാധികാരിയാകുന്നു. യുഖ്രിജുഹും മിനൽ ളുലുമാത്തി ഇലൻ നൂർ, അന്ധകാരത്തിൽ നിന്ന് അള്ളാഹു നിങ്ങളെ വെളിച്ചത്തിലേക്ക് നയിക്കുന്നു എന്നതാണ്. 2-ാമത്തെ അധ്യായത്തിൽ തന്നെ 107-ാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നുണ്ട്, വമാ ലക്കും മിൻ ദൂനില്ലാഹി മിൻ വലിയ്യിൻ വലാ നസീർ, അള്ളാഹുവിന് പുറമെ നിങ്ങൾക്കൊരു വലിയോ ഒരു സഹായിയോ ഇല്ല. അള്ളാഹു സഹായിക്കുന്നത് പോലെ സഹായിക്കാൻ മറ്റൊരു കേന്ദ്രം നമുക്കില്ല, മറ്റൊരു വ്യക്തി നമുക്കില്ല. മൺമറഞ്ഞു പോയിട്ടുള്ള ഒരു പുണ്യവാനും ആ സ്ഥാനത്തിന് നമ്മളെ സംബന്ധിച്ചിടത്തോളം അർഹനല്ല. അത് അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ടതാണ്. അപ്പോൾ അള്ളാഹുവിനെ വലിയാക്കുക എന്നതിൻ്റെ താല്പര്യം അതാണ്. എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണ് നമുക്ക് വലിയാകുന്നത്? അത് അള്ളാഹുവിനെ പോലെയല്ല. പ്രവാചകൻ നമ്മുടെ ജീവിതത്തിൽ സഹായിയാണ്. സർവകാര്യങ്ങൾക്കും പ്രവാചകനെ നമ്മൾ മാതൃകയാക്കുന്നു. പ്രവാചകൻ ശീലിച്ചിട്ടുള്ള, നമ്മളോട് പഠിപ്പിച്ചു തന്നിട്ടുള്ള ഭക്ഷണ മര്യാദകൾ പാലിക്കുക വഴി ഇഹലോകത്തും പരലോകത്തും നമുക്ക് ഗുണമാണ്. ഒരുപാട് രോഗങ്ങളുടെ കാരണമെന്ന് പറയുന്നത് മനുഷ്യൻ്റെ തെറ്റായിട്ടുള്ള ഭക്ഷണ രീതിയാണ്. അത്തരം രീതികളെയൊക്കെയും നിരാകരിക്കാൻ പ്രവാചകന്റെ ഈ സുന്നത്തിനെ നിങ്ങൾക്ക് അനുധാവനം ചെയ്യാവുന്നതാണ്. പ്രവാചകന്റെ വേഷഭൂഷാദികൾ, പ്രവാചകൻ സ്വീകരിച്ച വേഷമല്ല പറയുന്നത്. നിങ്ങൾ സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ എങ്ങനെ വസ്ത്രം ധരിക്കണമെന്നത് പ്രവാചകൻ നിർദ്ദേശിച്ചിരിക്കുന്നു. ആ നിർദ്ദേശാനുസരണം നിങ്ങൾ വേഷഭൂഷാദികൾ സ്വീകരിച്ചാൽ ഒരുപാട് അനർത്ഥങ്ങളിൽ നിന്ന് നിങ്ങൾക്കതൊരു കവചമായി തീരുന്നതാണ്. പ്രവാചകന്റെ കുടുംബ മര്യാദകൾ, കുടുംബത്തിൽ നിങ്ങൾ എങ്ങനെയാകണം, എപ്രകാരമായിരിക്കണം നിങ്ങൾ നിങ്ങളുടെ മക്കളോടും മാതാപിതാക്കളോടും ഒക്കെ വർത്തിക്കേണ്ടത് എന്നത് പ്രവാചകൻ കാണിച്ചു തന്നിട്ടുള്ള മര്യാദകളാണ്, അല്ലെങ്കിൽ മാർഗദർശനങ്ങളാണ്. ആ സംഗതികൾ നമ്മൾ സ്വീകരിക്കുക വഴിയായി നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് സഹായം, ഒരുപാട് ആനുകൂല്യങ്ങൾ നമുക്ക് ലഭിക്കുന്നു. പ്രവാചകന്റെ നിലപാടുകൾ,
പ്രവാചകൻ ക്രയവിക്രയങ്ങൾ സ്വീകരിച്ചിട്ടുള്ള മാന്യതകൾ, മര്യാദകൾ, ഇതൊക്കെയും പ്രവാചകന്റെ സുന്നത്തുകളാണ്. ഈ സുന്നത്തുകളെ കൃത്യമായി ജീവിതത്തിൽ സ്വീകരിക്കുക എന്നത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഏറെ ഉപകാരമാണ്, സഹായകമാണ്. അപ്രകാരമാണ് പ്രവാചകൻ നിങ്ങൾക്ക് വലിയായി തീരുന്നത്. ആ പ്രവാചകനെ നിങ്ങൾ അനുധാവനം ചെയ്യുക എന്നതാണ്. വമാ അതാക്കുമുർ റസൂൽ ഫഖുദൂ. പ്രവാചകൻ എന്താണോ നിങ്ങളിലേക്ക് കൊണ്ടുവന്നത്, ആ കൊണ്ടുവന്നതിനെ നിങ്ങൾ സ്വീകരിക്കണം. വമാ നഹാക്കും അൻഹു ഫൻതഹു. എന്താണോ പ്രവാചകൻ നിങ്ങളോട് വിരോധിച്ചു കളഞ്ഞത്, അതെല്ലാം നിങ്ങൾ വെടിയുകയും ചെയ്യുക. വത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. ഇന്നല്ലാഹ ശദീദുൽ ഇഖാബ്. അള്ളാഹു അതികഠിനമായി ശിക്ഷിക്കുന്നവനാണ് എന്ന താക്കീതോടുകൂടിയാണ് ആ വചനം അവസാനിപ്പിച്ചിരിക്കുന്നത്. എന്താണ് പ്രവാചകൻ നമുക്ക് കൊണ്ടുവന്നത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് എന്താണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്? മറ്റൊരു വചനത്തിൽ പ്രവാചകൻ പറയുന്നുണ്ട്, ലാ യുഅ്മിനു അഹദുക്കും, നിങ്ങൾ ഒരാളും വിശ്വാസിയാവുകയില്ല, ഹത്താ യകൂന ഹവാഉ തബഅൻ ലിമാ ജിഅത ബിഹി, ഞാൻ കൊണ്ടുവന്നത് അവരുടെ ഇച്ഛയാകുന്നത് വരെ. പ്രവാചകൻ എന്നുള്ള അള്ളാഹുവിനാൽ നിയുക്തനാക്കപ്പെട്ടിട്ടുള്ള മാതൃകാ പുരുഷൻ നിങ്ങളുടെ ഇച്ഛയാകുന്നത് വരെ, അതായിരിക്കണം നിങ്ങളുടെ അഭീഷ്ടം എന്ന് പറയുന്നത്, അതാകുന്നത് വരെയും നിങ്ങൾ വിശ്വാസികളാവുകയില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ പ്രവാചകൻ എന്താണ് ഇവിടെ ഇട്ടേച്ചു പോയത്? മറ്റു നേതാക്കന്മാരെ പോലെ അവരുടെ ശരീരവും അവർ ഉപയോഗിച്ച വസ്തുക്കൾ, കണ്ണട, ചീപ്പ്, പേന, അല്ലെങ്കിൽ അതേപോലെ ഡ്രസ്സ്, ചെരുപ്പ്, അവർ ഊന്നിയ വടികൾ, അവരിരുന്ന കസേരകൾ, ഇതൊക്കെ കോടികൾക്ക് ലേലം വിളിക്ക് നമുക്ക് കാണാം. അതൊക്കെ ആ ആരാധ്യനായിട്ടുള്ള അല്ലെങ്കിൽ ആദരിക്കപ്പെടുന്ന വ്യക്തിത്വത്തോടുള്ള ജനങ്ങളുടെ അഭിനിവേശമാണ്, താല്പര്യമാണ്. പ്രവാചകന്റെ കാലഘട്ടത്തിൽ പ്രവാചകന്റെ അനുചരന്മാർ പ്രവാചകൻ ജീവിച്ചിരിക്കെ ആ സ്നേഹം അവർ പ്രകടിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ പ്രവാചക കാലശേഷം പ്രവാചകൻ ഈ സമൂഹത്തിൻ്റെ ഉന്നമനത്തിനായി അവർ വ്യതിചലിക്കാതിരിക്കുന്നതിന് വേണ്ടി പ്രവാചകൻ എന്താണ് അവരെ ഏൽപ്പിച്ചു പോയിട്ടുള്ളത്, അത് കൃത്യമായി പഠിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അള്ളാഹുവിൻ്റെ റസൂൽ ചോദിക്കുന്നുണ്ട്, സ്വർഗത്തിലേക്ക് എത്താൻ പറ്റിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടില്ലേ എന്ന് പ്രവാചകൻ ഹജ്ജത്തുൽ വിദാഇൽ ദുൽഹജ്ജ് 9 അറഫയിൽ സംഗമിച്ച തൻ്റെ അനുചരന്മാരോട് പ്രവാചകൻ ചോദിക്കുകയാണ്. അവരെല്ലാവരും പറഞ്ഞു, കാലു ബലാ യാ റസൂലല്ലാഹ്, തീർച്ചയായും റസൂലെ താങ്കൾ അതെല്ലാം ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ആ ചോദ്യം അവസാനിക്കുകയല്ല, അതിൻ്റെ മറുവശം കൂടി പ്രവാചകൻ ചോദിക്കുകയാണ്. നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് താക്കീത് നൽകിയിട്ടില്ലേ എന്ന്. അപ്പോഴും അവർ ആ ഉത്തരം തന്നെ ആവർത്തിച്ചു പറഞ്ഞു എന്നതാണ്. തീർച്ചയായും റസൂലെ താങ്കൾ അതെല്ലാം ഞങ്ങൾക്ക് കൃത്യമായി പറഞ്ഞു തന്നിരിക്കുന്നു. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വാനിലേക്ക് കൈ ഉയർത്തിക്കൊണ്ട് അല്ലാഹുമ്മ ഷ്ഹദ്, അല്ലാഹുമ്മ ഷ്ഹദ്, അല്ലാഹുമ്മ ഷ്ഹദ്, അള്ളാഹുവേ നീ ഇതിന് സാക്ഷിയാണ് എന്ന് 3 വട്ടം അവരെയും സാക്ഷിയാക്കി പ്രവാചകൻ പറഞ്ഞു എന്നുള്ളതാണ്. നോക്കൂ നിങ്ങൾ, കഹ്ഫ് സൂറത്ത് നമ്മൾ പാരായണം ചെയ്യാറുണ്ട്. അതിൻ്റെ അവസാനത്തെ വചനം കുൽ ഇന്നമാ അന ബശറും മിസ്ലുക്കും, കുൽ ഇന്നമാ അന ബശറും മിസ്ലുക്കും, പറയുക പ്രവാചകരെ, ഇന്നമാ എന്ന് പറഞ്ഞാൽ മാത്രമെന്നാണ്. ഇന്നമാ അന ബശറുൻ, ഞാൻ നിങ്ങളെപ്പോലുള്ള ഒരാളാണ്. മാത്രമല്ല വീണ്ടും പറയാം, മിസ്ലുക്കും, നിങ്ങളെപ്പോലെ തന്നെ ഒരു മനുഷ്യനാണ് ഞാൻ. വൈകാരിക തലത്തിൽ ഉണ്ടാകുന്ന വേദനകൾ, വിഷമങ്ങൾ, പ്രയാസങ്ങൾ, വിശപ്പ്, സങ്കടം, സന്തോഷം, ഇതൊക്കെ ഒരു മനുഷ്യന്, ശരാശരി മനുഷ്യനുള്ളതുപോലെ തന്നെ പ്രവാചകനും ഉണ്ടാകും. പ്രവാചകന്റെ പേരക്കുട്ടി പ്രവാചകന്റെ മടിയിലിരുന്ന് ശ്വാസം തിങ്ങി വെപ്രാളപ്പെടുന്നത് കണ്ടപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് അടർന്നു വീഴുകയാണ്. സ്വഹാബിമാർ ചോദിച്ചു, അള്ളാഹുവിൻ്റെ റസൂലെ അങ്ങ് കരയുകയാണ്, താങ്കൾ കരയുകയാണോ പ്രവാചകരെ എന്ന് ചോദിച്ചു. അവരുടെ ഭാഷയിൽ പ്രവാചകൻ കരയാൻ പാടില്ല. അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു, ഹാദിഹി റഹ്മത്തുൻ ജഅലഹുല്ലാഹു ഫീ ഖുലൂബി ഇബാദിഹി റഹ്മാ, കാരുണ്യമുള്ള തന്റെ ദാസന്മാരുടെ ഹൃദയങ്ങളിൽ അള്ളാഹു വിട്ടുകൊടുക്കുന്ന കാരുണ്യമാണിത്. ഇത് അള്ളാഹുവിങ്കിൽ നിന്നുള്ള കാരുണ്യമായിക്കൊണ്ട് പ്രവാചകൻ പറയാം. നിങ്ങളുടെ വേദന പോലെ തന്നെ പ്രവാചകനും വേദന ഉണ്ടാകും. വിശപ്പ് സഹിക്ക വയ്യാതായപ്പോൾ ഫലസ്തീനിലെ മക്കൾ ചെയ്യുന്നത് പോലെ പ്രവാചകൻ അക്കാലഘട്ടത്തിൽ തൻ്റെ വയറിനോട് കല്ല് വച്ച് കെട്ടിയതായി
ചരിത്രം രേഖപ്പെടുത്തുന്നുണ്ട്. ഈ വൈകാരിക തലങ്ങളൊക്കെയും നിങ്ങളെപ്പോലെ തന്നെയാണ് എനിക്ക്. പക്ഷെ എന്താണ് വ്യത്യാസം? അള്ളാഹുവിൻ്റെ പക്കൽ നിന്നുള്ള വഹി എനിക്ക് ഇറങ്ങുന്നുണ്ട് എന്നുള്ളതാണ്. ഇന്നമാന ബശറും മിസ്ലുക്കും യൂഹാ ഇലയ്യ അന്നമാ ഇലാഹുക്കും ഇലാഹുൻ വാഹിദ്. എന്താണ് ആ പ്രത്യേകത? അള്ളാഹു ഏകനായ ആരാധ്യനായ അള്ളാഹു മാത്രമാണ് ആരാധിക്കാൻ അർഹതയുള്ളത് എന്നുള്ള ആ വഹി, ആ ദിവ്യ സന്ദേശം എനിക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് എന്തു വേണം? ഫമൻ കാന യർജു ലിഖാ റബ്ബി. അതുകൊണ്ട് ആരാണോ അള്ളാഹുവിൻ്റെ പ്രീതി ആഗ്രഹിക്കുന്നത്, ആ പ്രീതി ആഗ്രഹിക്കുന്ന മനുഷ്യൻ, ആരല്ലാഹുവിനെ കണ്ടുമുട്ടണമെന്ന് ആഗ്രഹിക്കുന്നുവോ, ഫൽയഅമൽ അമലൻ സ്വാലിഹ, അവൻ അള്ളാഹുവിൻ്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് സൽക്കർമ്മങ്ങൾ ചെയ്തു കൊള്ളട്ടെ. പരലോകത്ത് വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന മനുഷ്യനെ മറ്റേതെങ്കിലും കുറുക്കുവഴികൾ പ്രവാചകൻ നിർദ്ദേശിക്കുകയല്ല, സൽക്കർമ്മങ്ങൾ ചെയ്തു കൊള്ളട്ടെ. ആ സൽക്കർമ്മങ്ങളൊക്കെയും പ്രവാചകൻ മാതൃകയായി നിങ്ങൾക്ക് പറഞ്ഞു തന്നിരിക്കുന്നു. ആ മാതൃക അനുസരിച്ചുകൊണ്ട് ജീവിതത്തിൽ സൽക്കർമ്മങ്ങളെ അനുധാവനം ചെയ്തു പോകാനാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് കൽപ്പിച്ചിട്ടുള്ളത്. ഇനി നമ്മളുടെ മറ്റൊരു വാദം നമ്മൾ പറയാം, പ്രവാചകൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല എങ്കിൽ കൂടിയും നന്മകളൊക്കെ പിന്നെയും ഉണ്ടാകാമല്ലോ. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ മദ്രസ ഒരു കെട്ടിടത്തിലായി പഠിപ്പിക്കുക എന്നത് പ്രവാചകന്റെ കാലത്തുള്ള അല്ലല്ലോ എന്നൊക്കെയാണ് ന്യായമായി നമ്മൾ പറയല്. എന്നാൽ പഠിപ്പിക്കുക എന്നുള്ള അടിസ്ഥാനപരമായിട്ടുള്ള ആ വിഷയം പ്രവാചകൻ പഠിപ്പിച്ചു വന്നിരിക്കുന്നു. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ഖൈറുക്കും തഅല്ലമൽ ഖുർആൻ വഅല്ലമ. നിങ്ങളിൽ ഏറ്റവും ഹൈറായിട്ടുള്ളവൻ, ഉത്തമനായിട്ടുള്ളവൻ ഖുർആൻ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ്. ആ പഠിപ്പിക്കുക എന്നുള്ള സമ്പ്രദായ രീതികൾ ഓരോ കാലഘട്ടത്തിനനുസരിച്ച് മാറി വരും. ഇന്ന് നമ്മൾ ബോർഡും ചോക്കുമാണ് എങ്കിൽ അടുത്ത ജനറേഷൻ അവിടേക്ക് കടന്നു വരിക ലാപ്ടോപ്പായിട്ടായിരിക്കും. ഇനിയും കുറേ കഴിഞ്ഞ് വരുമ്പോൾ അതുപോലും ആവശ്യമില്ലാത്ത വണ്ണം ശാസ്ത്ര സാങ്കേതിക വിദ്യകളൊക്കെ വർദ്ധിച്ചു വരുമ്പോഴും അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ച് മാതൃക ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. വഴിയിൽ നിന്ന് ഉപദ്രവം നീക്കുക എന്നത് പ്രവാചകന്റെ കാലത്ത് നടന്നു പോകുമ്പോൾ കൈകൊണ്ടെടുത്ത് കളയുന്ന പരിപാടിയായിരിക്കും. പുതിയ കാലഘട്ടത്തിൽ അത്തരമൊരു പ്രയാസം ഒരാൾക്ക് അനുഭവിക്കേണ്ടി വരില്ല. അതെല്ലാം നീക്കം ചെയ്യാനുള്ള എല്ലാ നൂതനമായിട്ടുള്ള മാർഗങ്ങളും ഉണ്ടാകും. അതൊക്കെയും ആ പറഞ്ഞ അടിസ്ഥാനപരമായ ആശയവുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ എന്നതല്ല, പുതിയതായ ഒരു സമ്പ്രദായം ഉണ്ടായി വന്നാൽ അതിനെ സംബന്ധിച്ച് എന്താണ് ഇസ്ലാമിക ലോകത്തിന്റെ അഭിപ്രായം? നോക്കൂ നിങ്ങൾ, ഒന്നാമത്തെ ഇമാമായ ഇമാം മാലിക് രേഖപ്പെടുത്തുകയാണ്. ഖാലൽ ഇമാം മാലിക് റഹിമഹുല്ലാ, മൻ ഇബ്തദഅ ഫിൽ ഇസ്ലാം, ആരെങ്കിലും ഇസ്ലാമിൽ ഒരു നൂതനമായ കാര്യം ഉണ്ടാക്കിയ ശേഷം ബിദ്അത്തൻ യറാഹ ഹസനത്തൻ, എന്നിട്ട് ആ പുതുനിർമ്മിതിയെ അയാൾക്ക് ഇങ്ങനെ തോന്നുകയാണ്, അത് നല്ലതാണല്ലോ സംഗതി എന്നയാൾക്ക് തോന്നിയാൽ, ഫഖദ് സഅമ അന്ന മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കാന റിസാല, അദ്ദേഹം ആരോപിക്കുന്നത് പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹു ഏൽപ്പിച്ച ഈ നുബൂവത്തിൽ, ഈ റിസാലത്തിൽ പ്രവാചകൻ വഞ്ചന കാണിച്ചു എന്നതാണ്. എന്തുകൊണ്ടാണ്? ലിഅന്നല്ലാഹ യഖൂൽ, പ്രവാചകൻ അവസാനം ഇറങ്ങിയ വചനത്തിൽ അള്ളാഹു പറയുകയാണ്, അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വ അത്മംതു അലൈക്കും നിഅമതി വ റളീതു ലക്കുമുൽ ഇസ്ലാമ ദീന. 5-ാമത്തെ അധ്യായം സൂറ മാഇദയിലെ 2-ാമത്തെ വചനം. അപ്പോൾ ഈ ദീൻ ഇന്ന് പൂർത്തിയാക്കപ്പെട്ടിരിക്കുന്നു എന്നത് അള്ളാഹുവിൻ്റെ കൽപ്പന ഉണ്ടായതാണ്. ഇപ്പോൾ ഒരാൾ പറയാണ്, പ്രവാചകന്റെ കാലം കഴിഞ്ഞു പോയാലും നല്ല കാര്യങ്ങൾ ഉണ്ടാകാമല്ലോ, ഹിജറ 300 വരെ ഉണ്ടായിട്ടില്ല എന്ന് ആഘോഷിക്കുന്നവർ തന്നെ പറയാണ്. 300 വരെ സമ്പ്രദായം ഉണ്ടായിട്ടില്ല. അപ്പോൾ പുതിയതാണ് എന്ന് ആഘോഷിക്കുന്നവർ തന്നെ പറഞ്ഞുകൊണ്ടാണ് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് പ്രവാചകനിൽ ആരോപിക്കുന്ന ആരോപണം, ആ ഒരു നല്ല കാര്യം നല്ലതായിരുന്നുവെങ്കിൽ പ്രവാചകൻ മറച്ചു പിടിച്ചുവെങ്കിൽ അത് പ്രവാചകൻ തൻ്റെ റിസാലത്തിൽ വഞ്ചന കാണിച്ചു എന്നുള്ളത് നഊദു ബില്ലാഹ്, രക്ഷ തേടേണ്ട വിഷയമാണത്. അത്രയും ഗൗരവമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പറഞ്ഞു വരുന്നത്,
പ്രവാചകനിൽ വിശ്വസിക്കുക എന്നതുപോലെ തന്നെ നിർബന്ധമാണ് പ്രവാചകനെ അനുസരിക്കുക എന്നത്. അതേപോലെ തന്നെ നൂതനങ്ങളായ കാര്യങ്ങളെ തിരിച്ചറിയുകയും വെടിയുകയും ചെയ്യുക എന്നതും പ്രവാചകന്റെ വിശ്വാസത്തിനോട് ഈ കാലഘട്ടത്തിൽ നമ്മൾ പുലർത്തേണ്ടുന്ന ഏറ്റവും ജാഗ്രതായ നിർദ്ദേശമാണ് എന്നുകൂടി മനസ്സിലാക്കുക. അത്തരം രീതികൾ പ്രവാചകന്റെ ചര്യകളെ ഉൾക്കൊള്ളാൻ ഞാനും നിങ്ങളും പരിശ്രമിക്കുക. അള്ളാഹു അതിന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും.